നമസ്കാരം. ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയരുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ സുഖോയ് 30 MKI വിമാനങ്ങൾക്കായി ഇസ്രയേൽ ഒരു പുതിയ ബ്രഹ്മാസ്ത്രം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പേര് ഗോൾഡൻ ഹൊറൈസൺ. കേവലം ഒരു മിസൈൽ എന്നതിലുപരി ആധുനിക യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണിത്. എന്താണ് ഈ മിസൈലിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് പ്രതിരോധ ലോകം ഇതിനെ ഇത്ര ഗൗരവത്തോടെ കാണുന്നത്? നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ ഇസ്രയേൽ അതീവ രഹസ്യമായി വെച്ചിരുന്ന ഒരു ആയുധമാണിത്. 2024 പുറത്തുവന്ന ചില അന്താരാഷ്ട്ര റിപ്പോർട്ടുകളിലൂടെയാണ് ലോകം ഈ മിസൈലിന്റെ പേര് പോലും കേൾക്കുന്നത്. ഒരു ബാലിസ്റ്റിക് മിസൈൽ യുദ്ധവിമാനത്തിൽ നിന്ന് തൊടുത്തുവിടുക എന്നത് അത്ര ലളിതമായ കാര്യമല്ല. എന്നാൽ ഗോൾഡൻ ഹൊറൈസൺ ഇതിനായി പ്രത്യേകം ഡിസൈൻ ചെയ്തതാണ്. ശബ്ദത്തേക്കാൾ എത്രയോ മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈൽ ശത്രു രാജ്യങ്ങളുടെ റഡാറുകൾക്കോ മിസൈൽ വിരുദ്ധ സംവിധാനങ്ങൾക്കോ കണ്ടെത്താൻ കഴിയാത്ത വിധം അതിവേഗത്തിലാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ഇന്ത്യയുടെ സുഖോയ് 30 MKI വിമാനങ്ങൾ ഈ മിസൈൽ വഹിക്കാൻ പാകത്തിൽ നവീകരിക്കപ്പെടുകയാണ്. നിലവിൽ ഇന്ത്യയുടെ പക്കൽ ലോകത്തിലെ ഏറ്റവും മികച്ച ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ഉണ്ട്. എന്നാൽ ഗോൾഡൻ ഹൊറൈസൺ ഇതിന് പകരക്കാരനല്ല, മറിച്ച് ഒരു കരുത്തുറ്റ പങ്കാളിയാണ്. ഏകദേശം 800 മുതൽ 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഈ മിസൈൽ കൈവശം വരുന്നതോടെ ഇന്ത്യൻ പൈലറ്റുമാർക്ക് ശത്രുരാജ്യങ്ങളുടെ അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കാതെ തന്നെ അവരുടെ തന്ത്രപ്രധാന താവളങ്ങൾ തകർക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ചൈനയുടെയോ പാകിസ്ഥാന്റെയോ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ ഇതിനാകും. ഇസ്രയേൽ ഈ മിസൈൽ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നത് നമ്മുടെ പ്രതിരോധ മേഖലയിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ്. സാധാരണയായി ഇത്തരം അതീവ രഹസ്യ സ്വഭാവമുള്ള ആയുധങ്ങൾ മറ്റൊരു രാജ്യത്തിനും ഇസ്രയേൽ നൽകാറില്ല. ഇതിലൂടെ വടക്കൻ അതിർത്തികളിലും സമുദ്ര മേഖലകളിലും ഇന്ത്യയുടെ പ്രഹരശേഷി ഇരട്ടിയാകും. നിലവിൽ ഇസ്രയേലിന്റെ തന്നെ റാംബേജ്, എയർ ലോറ തുടങ്ങിയ മിസൈലുകൾ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവയേക്കാൾ കൂടുതൽ ദൂരപരിധിയും വിനാശകാരിയായ പ്രഹരശേഷിയും ഗോൾഡൻ ഹൊറൈസണ് അവകാശപ്പെടാനുണ്ട്. ചുരുക്കത്തിൽ ഏഷ്യൻ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റം വരുത്താൻ ഈ നീക്കം കാരണമാകും. ഗോൾഡൻ ഹൊറൈസൺ സുഖോയ് യുദ്ധവിമാനങ്ങളുടെ ഭാഗമാകുന്നതോടെ ഇന്ത്യൻ വ്യോമസേന ഒരു വൻ ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പ്രതിരോധ ഇടപാടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.